ഇന്നെന്താ എത്ര കുറച്ച്? നമ്മളെന്തിനെ ദൈവങ്ങൾക്കും ദാരിദ്ര്യ. ദേവസ്വം ബോർഡുകാര് റേഷൻ ഏർപ്പെടുത്തിരിക്കുക എല്ലാറ്റിനും. ആ, നീ ഇരുന്നോളൂ. ഞാൻ കഴിച്ചു. കളവ് പറയണ്ട കുട്ടിയെ, ഉള്ളത് നമുക്ക് കഴിക്കാം. ഏട്ടനൊന്ന് വരൂ. കാലത്ത് ഗോവിന്ദൻ നായർ വന്നിരുന്നു. എന്താ കാര്യം? വലിയ എല്ലാം നടത്തിയെടുക്കാൻ തന്നെ അത്ര ആറുമുഖന്റെ പുറപ്പാട്. പിന്നെ ഒരുട്ടൊക്കെ പറഞ്ഞു അയാള്. അത് കേട്ട് തരിച്ചിരിപ്പ അച്ഛൻ കണ്ടില്ലേ? എന്താ അച്ഛൻ കേൾക്കണത്? അറുമുഖൻ നമ്മുടെ കേസ് കൊണ്ട് ഗുണമില്ലാന്ന് വെച്ചിട്ടാവും എല്ലാരും അവരവരുടെ അവകാശം അറുമുഖന് തന്നെ വിറ്റു. എന്റെ അപ്പൻ വാസ്തവനും കൊടുത്തുന്നാ കേട്ടത്. നമ്മളാർക്കും വിറ്റില്ലല്ലോ. നമുക്ക് എന്താടോ വില? കാരണവസ്ഥാനത്തിരുന്നു കൊണ്ട് കുടുംബത്തിന്റെ യോഗക്ഷേമം നോക്കിയേ ഞാൻ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. കടമെന്ന് മുട്ടിയപ്പോ എല്ലാവർക്കും ശത്രു ഞാനായി. എന്താ വച്ചായിക്കോട്ടെ, പൊളിക്കുകയോ വിൽക്കുകയോ ഇല്ല. പരദൈവം കുടിയിരിക്കണം നമ്മുടെ പടിഞ്ഞേറ്റിയിൽ അന്യനെ കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല. എടോ, നിത്യവൃത്തിക്ക് അമ്പലത്തിലെ പടച്ചോറ് കണ്ടു കഴിയുന്ന താൻ കൂട്ടിയാൽ എന്ത് കൂട്ടും? സർവസ്വവും ഹോമിച്ചുണ്ടാക്കിയ പണം കോടതി കെട്ടിവെച്ചിട്ടുണ്ടല്ലോ. വിധിയാവട്ടെ. അതിനു മുമ്പ് ആര് വിറ്റാലും നടക്കില്ല. ഇല്ലത്തിന് എനിക്കുണ്ടോ ഒരു അവകാശം? അതിന് താൻ ഇവിടെ കിടന്ന് കണ്ടക്ഷോഭം കേട്ട് കാര്യമില്ല. അറുമുഖനെ ഞാൻ മുഖതാവിലൊന്ന് കാണട്ടെ. അറുമുഖനെ അല്ല, ഇതിനെല്ലാം വഴിവെച്ച് ഇവിടുത്തെ കാര്യസ്ഥനുണ്ടല്ലോ, അയാളാണ് ആദ്യം കാണേണ്ടത്. ആ ഗോവിന്ദൻ നായരെ. എന്നെ കണ്ടതുകൊണ്ട് ഒരു പുണ്യമില്ല. അറുമുഖൻ ഒരു മൂർഖനാ. ഞാൻ പലതവണ പറഞ്ഞു നോക്കി രാജിയാവാൻ. അവൻ വഴങ്ങില്ല. വഴങ്ങില്ല. നമ്പൂരിയാരുടെ വിഡ്ഢിത്തം മറ്റുള്ളവർക്കില്ല. കൂടെ നിന്ന് ചതിക്കുന്നവരെ അറുമുഖൻ അറിയും. ഇവിടുന്ന് എന്താണോ പറഞ്ഞു വരുന്നത്? ഇയാളുടെ കാര്യസ്ഥ പണിയുടെ മിടുക്ക്. എന്റെ തറവാടടക്കം വിറ്റുമുടിക്കാൻ കിട്ടിയ കാശിന് ഒറ്റിക്കൊടുത്ത് ഇയാളുടെ ചെറ്റത്തരം. തിരുമേനി, നിങ്ങളുടെ തറവാട് മുടിച്ചത് ഞാനല്ല. ഓത്തൂട്ടും കഥകളിയും ആനക്കമ്പുമായി മുറുക്കി തുപ്പി നടന്നിരുന്നില്ലേ മനക്കിലെ കാരണവന്മാര്? നാടൊട്ടുക്ക് മൊളിസേവയും സംബന്ധമായിട്ട്. ഗോവിന്ദൻ നായരെ, മുഷിയണ്ട. കുടിയാന്മാര് വാരവും പാട്ട് വളക്കാതിരുന്നിട്ടും നിർത്തിയോ നിങ്ങളുടെ തകൃതി? മുടിഞ്ഞതെങ്ങനെയാ? മുച്ചൂടും. അത് എന്റെ കുറ്റമല്ല. അല്ല, തന്റെ സാമർഥ്യം. അതുകൊണ്ടാണല്ലോ പറമ്പും നിലവും മലബാരവും നഷ്ടപ്പെട്ട് ഞങ്ങളുടെയൊക്കെ ഇരിക്കുന്നിടം വരെ കോടതി വിധി കാത്തു കിടക്കുമ്പോൾ തനിക്ക് ഈ മാളികയെ താമസിക്കാൻ കഴിഞ്ഞ്. എന്റെ മാളികയെ പറ്റി പറയണ്ട. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. എന്റെ അധ്വാനഹേ. ഇല്ലത്തെ കാര്യസ്ഥ പണിയല്ലാതെ തനിക്ക് മറ്റെന്തായിരുന്നു ജോലി? വേറെ എന്തായിരുന്നു വരായിക? അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഇറങ്ങി പോകണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഇയാൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. എനിക്ക് അറുമുഖനെ കാണണം. ഇല്ലത്തെ തൂമ്പും തിരുളും അടക്കം നുള്ളിയെടുത്ത് മറ്റുള്ളവർക്ക് വീതിച്ചപ്പം കൂടെ എന്ന ആളല്ലേ. ഇനി അതിന്റെ തായ്വേര് തോണ്ടുമ്പോഴും കാര്യസ്ഥം കൂടെ വേണം. താൻ കൂടെ വന്നേ. ഇല്ല, ഞാൻ വരില്ല. തന്നെ കൊണ്ട് അങ്ങാടി തോറ്റ അമ്മയുടെ നേരെ എന്നോട് വേണ്ട. വിശ്വ, ഹലോ ദേവൻ. തന്റെ അച്ഛനല്ലേ ഇവിടെ? ഇല്ല, അച്ഛൻ പുറത്തു പോയി. വാട ഇരിക്കും. ഇല്ല. എവിടെ പോയത് അച്ഛൻ? ഇവിടെ വയലിലേക്കാവും. കാരണം ആ അറുപത് തമ്പുരാൻ കണ്ട അതിന്റെ കൊടിയും കമ്പൊക്കെ വലിച്ചെറിയും. ഇല്ല ചാ, ഒരു തമ്പ്രാനും ഈ കൊടി വലിച്ചെറിയില്ല. സംസ്ഥാന സമ്മേളനം കഴിയുന്നത് വരെ ഈ കൊടി ഇവിടെ പാറും. ആ പാറും പാറും. അതിഞ്ഞുണ്ട അപ്പുറത്ത് വേറെ പണിയുണ്ട്. തിരുമേനിയോ? ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്താ കാര്യം? ഇന്ന് വൈകിട്ട് എന്തായാലും മിസ്റ്റർ ദേവൻ ക്ലബിലൊന്ന് വരണം. ഒരു അടിയന്തര പ്രശ്നമുണ്ട്. ഞാൻ അറുമുഖനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. വീട്ടിൽ കണ്ടില്ല. എന്താ കാര്യം? ഈ കാണുന്ന ഭൂസ്വത്തുക്കൾ പിടിച്ചടക്കിയത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ വല്യെല്ലാം കൂടെ കയറാൻ പോവാത്രേ. അവൻ ഇങ്ങോട്ട് വന്നോ? കുറച്ചു നേരത്തെ കാറിൽ ഇങ്ങോട്ട് പോകുന്നത് കണ്ടു. കോവിലകത്തേക്കാവും. അവിടെയായപ്പോ പുള്ളിക്കാരന്റെ അടയിരിപ്പ്. തമ്പുരാട്ടിക്ക് എടോ ആറുമുഖോ, താനിപ്പോ വലിയ ആളായിപ്പോയി അല്ലേ? പോലീസും പട്ടാളവും ഒക്കെ നിന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം. എന്നാലും കേസ് കഴിയുന്നതിന് മുമ്പ് എന്റെ വല്യ ഇല്ലാത്ത കാലെടുത്ത് വെച്ചാ നിന്റെ കാല് ഞാൻ വെട്ടും. കഴിമരത്തിൽ കയറിയാലും ശരി, നിന്റെ കഥ ഞാൻ കഴിക്കും. അപ്പോ പാത്തോസ്, പാത്തോസ്.
താൻ എന്ത് കൊണാപ്പിയാടോ വായിക്കുന്നത്? ആറ്റ് നോറ്റ് നട്ട് നനച്ചുണ്ടാക്കിയ വാഴ അത് കൊലച്ച് മൂത്ത് പഴുക്കാറായപ്പോ അത് വെട്ടി തന്റെ മനയിലെത്തിക്കാൻ പറഞ്ഞ ക്രൂരനായ നമ്പൂതിരി ജന്മിയുടെ ആജ്ഞ അനുസരിക്കേണ്ടി വന്ന പുലയന്റെ വേദന, പഴം തിന്നാൻ മോഹിച്ച പുലയക്കിടാങ്ങളുടെ മോഹഭംഗം, ഇത് രണ്ടും ചേർന്ന കടുത്ത ദുഃഖമാണ് ഇവിടെ ആവിഷ്കരിക്കേണ്ടത്. മനസ്സിലായോ? എവിടുന്ന് മനസ്സിലായി? എന്ത് മനസ്സിലായി? എത്ര പ്രാവശ്യം പറഞ്ഞു? ശരിക്കും താനെന്തോ ട്രാഫിക് പോലീസിനെ പോലെ നിൽക്കുന്നത്? ഒരു നിഷേധം വരട്ടെ. കരയാതെ മക്കളെ, കൽപ്പിച്ചു തമ്പുരാൻ, ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. ഒരു സീറ്റ് എടുക്കണം. എടുത്തു. പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ തിരുമേനി, ഒരു ചെറിയ സഹായം. എന്താ? ഇതില് ജന്മിയായിട്ടൊന്ന് നിന്നു തരാമോ? ഡയലോഗില്ല, പിൻപാട്ടാ. ഏയ്, ഞാനില്ല. അതെന്താടോ? ജന്മിയായിട്ട് വേഷം കെട്ടാൻ തന്നെ പോലെ വേറെ ആള് ഈ ദേശത്തില്ല. ഉണ്ട്. തന്റെ അച്ഛൻ അറുമുഖം മുതലാളി. കൊറ്റിനരിയില്ലാത്ത നമ്പൂതിരിമാര് നിങ്ങൾക്ക് ഇപ്പോഴും വർഗശത്രുക്കളാണ്. അയ്യോ, ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചില്ല. വിപ്ലവമാവും ഉദ്ദേശം. ഇടോ, 10 സ്റ്റാൻഡേർഡ് ഏക്കറിൽ കവിഞ്ഞാൽ തരിശും പാടവും തെങ്ങും തോപ്പും ഒക്കെ സർക്കാർ പിടിച്ചെടുത്തോണ്ട് പോകും. ആയിരക്കണക്കിന് ഏക്കർ റബ്ബറും ചായയും കാപ്പിത്തോട്ടവും ഉള്ളവന്മാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ ഷണ്ടന്മാർ ശിങ്കിടി പാടും. അക്കാര്യത്തിൽ ഇടതും വലതും നടുവും ഒക്കെ ഒരുവലല്ലേ? ചങ്ങമ്പുഴയുടെ വാഴക്കുലയൊക്കെ പഴയ തീമാനിടവും. ഇപ്പൊ നമ്പൂതിരിമാരുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. അല്ല, തിരുമേനി ചൂടാവാതെ. ഞാൻ തന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ, വെറുതെ. പണ്ടത്തെ പോലെ പാട്ടും കളിക്കുമൊന്നും എനിക്കിപ്പോ സമയമില്ല, മനസ്സുമില്ല. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇനി എന്നാ മടങ്ങ? ഒരാഴ്ചക്കുള്ളില് എറണാകുളത്ത് ചില്ലറ പണിയുണ്ട്, പോയിട്ട് വരട്ടെ. നീ പതിവായിട്ട് കഴിക്കാറുള്ള ആ മരുന്ന് കഴിക്കലും മുടക്കണ്ട. ഉണ്ണിയേട്ടൻ കഴിച്ചില്ലേ കാപ്പി? എങ്ങനെയാ കഴിക്ക? പാലൊഴിക്കാണ്ട്. ഞാൻ ഇറങ്ങായി. പാർവതി എന്താ അയാൾ ഇവിടെ നിർത്തിയിരിക്കണേ? അവിടുത്തെ സ്ഥിതിയും മോശമാ. ഇയാൾക്കാണെങ്കിൽ സ്ഥിരപ്പെട്ട ജോലിയൊന്നുമില്ല, ഇലക്ട്രീഷ്യനാ. എന്നാലും കുടുംബത്തിൽ ഇല്ലായ്മ കണ്ടറിഞ്ഞെന്നോളും, അതൊരു ഭാഗ്യം. പൂലോത്താണെങ്കിൽ വാസ്തുവിന് മുഷിയില്ലവോ? ചതുരകം ആവാലോ അല്ലേ? ഏയ്, അതെന്താ? ഊണും ഉറക്കവും ഇല്ലാണ്ട് മുമ്പൊക്കെ തമ്പ്രാക്കള് കരുതിക്കാറുണ്ടായിരുന്നു. ഊണും ഉറക്കമില്ലായ്മയും ഇപ്പോഴും അവിടെയുണ്ട്. ആരും കരു നീക്കാറില്ല. അച്ഛനോട് വഴക്കിട്ട് ഇറങ്ങി പോന്നപ്പോ എന്നോടും പിണക്കാന്ന് കരുതി. എനിക്കാരോടും പിണക്കമില്ല ശ്രുതി. ഉണ്ടെങ്കിൽ അത് എന്നോട് തന്നെ. വലിയ ഇല്ലത്തിന്റെ കാര്യം എന്തായി? കേസ് വാദിച്ച് അവധി വാങ്ങിക്കും. അതിന്മേ 10-20,000 രൂപ കടമുണ്ടെന്ന് പറയാൻ കേട്ടു അച്ഛൻ. എങ്ങനെയാ കൊടുക്കുക? ഞാനുണ്ടാക്കും എങ്ങനെയെങ്കിലും. മിനിഞ്ഞാന്ന് എന്നെ കാണാൻ ആളുകൾ വന്നിരുന്നു. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല ദേവേട്ട. എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, സമ്മതിക്കില്ല. അല്ലെങ്കിൽ എല്ലാം വിട്ടു പോരണം, അതേ വഴിയുള്ളൂ. ശ്രുതി, അരുത്. ഒരു വലിയ ഭാരം ഇപ്പൊ തന്നെ എന്റെ തലയിലുണ്ട്. അച്ഛൻ, അമ്മ, പെങ്ങന്മാർ. അതിനിടയിൽ നിന്നെ കൂടെ വിഷമിപ്പിക്കാൻ വേണ്ട. ഈ പ്രാരബ്ധങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ. ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. വയ്ക്കുള്ളൂ. നീ വരുമ്പോ വല്ലതും കൊണ്ടുവരുന്ന ഞങ്ങൾ കരുതിയത്. ഏട്ടൻ കുറച്ച് കപ്പെങ്കിലും വാങ്ങിട്ട് വന്നിരുന്നെങ്കിൽ അത്താഴം ഒരു കൂട്ടം ആക്കായിരുന്നു. കൈ കാശ് വേണ്ടേ? പലചരക്കടക്കാരൻ ഇനി കടം തരില്ല. നിന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ? ഇവിടെയുള്ള ഒരു കാര്യം പോട്ടെ, അപ്പനും കൂടി ഉള്ളതല്ലേ, എങ്ങനെയാ അത്താഴപ്പട്ടിണി ഇടുക? അപ്പനെ കണ്ടില്ലല്ലോ.
ഇവിടെ ഇരുന്ന് മുഷിഞ്ഞിട്ടാവും പുറത്തേക്ക് ഇറങ്ങിയത്. ആ ഇനിയിപ്പോ കേറി വരുമ്പോ നീ ഇന്നലത്തെ പോലെ ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. നമ്മുടെ ഇല്ലായ്മ പുറത്തറിയിക്കണ്ട. എന്താ മോനെ നീ കഥയ്ക്കുന്നത്? എവിടുന്നാ ഇങ്ങനെ കൊലയോടെ? അന്വേഷിക്കണ്ട, വെട്ടിയെരിഞ്ഞ് വേവിച്ചു കൊടുക്കൂ. ആരും അത്താഴപ്പട്ടിണി കിടക്കണ്ട. ദേവാ, വെട്ടിക്കൊണ്ട് ഓടുന്നത് അടിയൻ കണ്ടതമ്പ്ര. ആ കൊല തന്നാല് ഇരു ചെവി അറിയാതെ അടിയൻ കൊണ്ടുപോയിക്കൊള്ളാതമ്പ്ര. ഇല്ലെങ്കിൽ അടിയന്റെ പണി പോവും. 5-8 ക്രാങ്ങളുള്ളതാ കുടിയില്. ദേവാ, നീ ഇത് ചെയ്തു അല്ലേ? നീ മോഷിച്ചു അല്ലേ? തുടരുതല്ലേ? അന്തസ് വിറ്റ് നിങ്ങൾ തീരുന്ന പട്ടിണി ഈ കുടുംബത്തിലില്ലടോ. നടക്ക്. അയ്യോ തമ്പ്ര, അടിയൻ വേണ്ട, ഇതെന്റെ മകൻ ചെയ്ത പാവമാണ്. ഞാൻ തന്നെ പേറണം. ആ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. തന്റെ മാടത്തിന്റെ മുറ്റത്ത് അന്ന് വാഴക്കുല നട്ടപ്പോൾ മലയെപ്പൊലിയാൻ ആലോചിച്ചില്ല. നമ്പൂതിരി ജന്മത്വത്തിന്റെ കരാള ഹസ്തങ്ങൾ ആ പഴക്കുല വെട്ടി മനയിൽ കൊണ്ടുപോകുമെന്ന്. തന്നെ ദേവസ്വം ഓഫീസിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നായിരുന്നു. പ്രസിഡന്റിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. എടോ നമ്പൂതിരി, താനീ അമ്പലത്തിലെ ആരാ? ഞാൻ കീഴ്ശാന്തി. നിങ്ങളിൽ ചിലർ ദേവസ്വം ബോർഡിനും എനിക്കുമെതിരെ പ്രവർത്തിക്കുന്നതായി ഞാൻ അറിഞ്ഞു. സാർ, അത് ഞാൻ നിങ്ങളുടെ ചുവരെഴുത്തും വാറൂലിയും ഞാൻ കണ്ടു. ഞാൻ അന്യ മതക്കാരനാണെന്നും കട്ടുമുടിക്കാനാണ് ഇതിനകത്ത് കയറി കൂടിയതെന്നും നിങ്ങൾ കൂവി വിളിക്കുന്നത് ഞാൻ കേട്ടു. ആ കൂട്ടത്തിലൊന്നും ഞാനില്ല സാർ. മുഖത്തു നോക്കി കളവ് പറയുന്നോ? പ്രകടനത്തിലും യോഗത്തിലും താൻ പങ്കെടുത്തത് കണ്ടവരുണ്ട്. ഇവിടത്തെ എച്ചിൽ നിന്ന് കഴിയുന്ന താൻ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ. മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞ സംഘത്തിലും സമരത്തിലും പെട്ടവനല്ല ഞാൻ. ബോർഡിനോ പ്രസിഡന്റിനോ എതിരായിട്ട് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. സംശയമോ? വാട്ട് യു മീൻ? എടാ, നിന്നെ ഞാൻ കണ്ടോളാം. നിങ്ങൾ എന്തിനാ കരയണേ? ഏട്ടന് വല്ലതും പറ്റിയോ? എന്തു പറ്റാൻ? ആളുകൾ ഇവിടെ വന്ന് പലതും പറഞ്ഞു. ഏട്ടൻ തല്ലുകൂടിയെന്നും. ആ, ഒന്നും വിശ്വസിക്കണ്ട. നിങ്ങൾ കാണുന്നില്ല എന്നെ? അത്ര കുട്ടി, മോള് കരയാതെ. ഒരു ചെറിയ വാക്കേറ്റം അത്രേ ഉണ്ടായുള്ളൂ. നമ്മൾ എന്തിനാ അതിനൊക്കെ പോണത്? അവരൊക്കെ വലിയ ആളുകളല്ലേ. എന്ന് വെച്ച് മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചാൽ കേട്ടോണ്ടിരിക്കണോ? അത്രയ്ക്ക് ആണത്വമില്ലാത്ത നാണം കെട്ടവനല്ല ഞാൻ.